54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള ചിത്രങ്ങളുടെ അന്തിമ പട്ടികയായി 120 സിനിമകളാണ് ഈ വർഷം മത്സരിക്കുന്നത്. ഇതിൽ 84 എണ്ണം പുതുമുഖ സംവിധായകരുടേതാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡിന് ഈ വർഷവും കടുത്ത മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. കണ്ണൂർ സ്ക്വാഡ്, കാതൽ എന്നീ ചിത്രങ്ങളുടെ പ്രകടനം കൊണ്ട് മമ്മൂക്കയും ആടുജീവിതത്തിലെ പൃഥ്വിരാജും തമ്മിലാകും പ്രധാന മത്സരം. ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ ജൂറി കുറച്ചധികം വിയർക്കേണ്ടി വരും. ജോജു ജോർജിന്റെ ഇരട്ട, ടൊവിനോ തോമസിന്റെ 2018 എന്നിവർക്കും സാധ്യതയുണ്ട്. മികച്ച നടിക്കുള്ള മത്സരവും ഇത്തവണ കടുപ്പമേറിയതാകും. ഉള്ളൊഴുക്കിൽ മത്സരിച്ചഭിനയിച്ച ഉർവശിയും പാർവതിയും എന്തായാലും അവാർഡിനുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ടാകും. നേരിലെ പ്രകടനം കൊണ്ട് അനശ്വര, കാതലിലെ പ്രകടനത്തിലൂടെ ജ്യോതിയും അവാർഡ് നേടാൻ സാധ്യതയുണ്ട്. മികച്ച സംവിധായകൻ ഇത്തവണ ആരാകുമെന്നുള്ളതിലും വലിയ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. രോഹിത് എം ജി, കൃഷ്ണൻ, ഇരട്ട, ബ്ലസ്സി, ആടുജീവിതം, ജിയോ ബേബി, കാതൽ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ളവർ. കണ്ണൂർ സ്ക്വാഡ്, 2018, കാതൽ, ഇരട്ട, ആടുജീവിതം, ഉള്ളൊഴുക്ക്, കിങ് ഓഫ് കൊത്ത, നേര്, വോയിസ് ഓഫ് സത്യനാഥൻ, RDX, ഫാമിലി എന്നീ സിനിമകളും മത്സരത്തിനുണ്ട്. ഹിന്ദി സംവിധായകനായ സുധീർ മിശ്രയാണ് ജൂറി ചെയർമാൻ. സംവിധായകൻ പ്രിയാനന്ദൻ, ഛായാഗ്രഹൻ അയകപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2 പ്രാഥമിക സമിതികൾ 80 സിനിമകൾ വീതം കാണുകയും അതിൽ നിന്ന് 30 സിനിമകൾ അടുത്ത റൗണ്ടിലേക്ക് അയക്കുകയും ചെയ്യും. ഓഗസ്റ്റ് പകുതിയോടെ അവാർഡ് പ്രഖ്യാപിച്ചേക്കും. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ, നടി ആൻ അഗസ്റ്റിൻ, സംവിധായകൻ ശ്രീവത്സൻ, ജോ മേനൻ എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ. ആർക്കായിരിക്കും ഇത്തവണത്തെ നാഷണൽ അവാർഡെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.